ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിത്തെ വചനധ്യാനത്തിന് ആധാരമായി വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു നിയോഗം പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ വായിച്ചാൽ. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. വായിച്ചാട്ടെ. എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. മതി. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. വചനത്തിൻ്റെ മുൻപിലിരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നത് ജീവിതത്തിൻ്റെ പദവിയാണ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അനുതപിപ്പാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അവസരങ്ങളെ ഗൗരവമായി പരിഗണിക്കുക എന്ന തലക്കെട്ടിൻ്റെ കീഴിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിയോഗം നൽകിയ ചിന്തകൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ കർത്തൃ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനുതപിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അവസരങ്ങളെ ഗൗരവമായി പരിഗണിക്കുക. ലോകത്തിലെ ഉന്നതന്മാർക്ക് ഈ വചനം മാറോടടുക്കി പിടിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ലോകത്തിലെ ചില ആളുകൾക്ക് ഇതിനത്ര പ്രസക്തിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിന് മുൻപിൽ ധ്യാനിക്കുന്നത് നമുക്ക് മറക്കാൻ കഴിയാത്ത ആത്മസന്തോഷം നൽകുന്നതാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കണം. മറ്റെന്തിനേക്കാളും ഒരു ദൈവ പൈതലിന് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് അസാധാരണ ഭാഗ്യമാണ്. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രസക്തമായി വരുന്ന സമയത്ത്, അന്ന് നിരീശ്വരവാദം പ്രബലമായിക്കൊണ്ടിരിക്കുന്ന സമയം, ശ്രദ്ധേയനായ ഒരു നിരീശ്വരവാദി ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തെയും ദൈവിക കാഴ്ചപ്പാടുകളെയും ദൈവത്വത്തെയും അടിസ്ഥാനപരമായി നിഷേധിക്കുന്ന ആ ദൈവാസ്തിക്ക് നിഷേധി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ആ ട്രെയിനിൻ്റെ ഒരു മൂലയ്ക്ക്, കമ്പാർട്ട്മെൻറ്റിൻ്റെ മൂലയ്ക്ക് ഒരു സീറ്റിൽ ഒരു വൃദ്ധനായ മനുഷ്യനിരിക്കുന്നു. അയാൾ ഏതോ ഒരു കറുത്ത പുസ്തകത്തിൻ്റെ അകത്തേക്ക് അയാളുടെ കണ്ണുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകൻ താഴെ ഒരു ഇരയെ കണ്ടു കഴിയുമ്പോൾ അത് അതിലേക്ക് ലോക്ക് ചെയ്യപ്പെട്ട് മുകളിൽ ചുറ്റിത്തിരിയുന്നത് പോലെ വചനത്തിലേക്ക്, പുസ്തകത്തിലേക്ക് കണ്ണ് ഉടക്കി ആ മനുഷ്യൻ ചില മിനിറ്റുകളായി വായിക്കുകയാണ്. അടുക്കൽ ചെന്നിട്ട് ഈ നിരീശ്വരവാദിയെ അയാൾ ചോദിച്ചു, സാർ എന്താ വായിക്കുന്നേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈബിളാണ് വായിക്കുന്നത്. ബൈബിളിലെ ഏത് ഭാഗമാണ് സാർ വായിക്കുന്നത്? പറഞ്ഞു, യേശു 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ ഭാഗമാണ് വായിക്കുന്നത്. വീണ്ടും ഇയാൾ ചോദിക്കുന്നു, സാർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകുക, അത് നടക്കുന്ന കാര്യമാണോ? മതത്തിന് തല പണയം വെച്ചവർക്കല്ലാതെ ഈ മണ്ടത്തരം വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഒരു മറുപടിയും പറയാതെ തൻ്റെ കണ്ണുകൾ വീണ്ടും ഈ ബൈബിളിലേക്ക് ആഴ്ത്തി ധ്യാനപൂർവ്വം മണിക്കൂറുകൾ വായനയിൽ തുടർന്നു. ഇതിനിടയിൽ ചില കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അല്പം മാനസികമായി അടുത്തു. എന്തിന് ഇറങ്ങാനായപ്പോൾ ഇദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ വൃദ്ധൻ്റെ നേരെ നീട്ടി. ഈ വൃദ്ധനായ മനുഷ്യൻ ഭവ്യതയോടെ അത് വാങ്ങിച്ച്, അവസരമുള്ളപ്പോൾ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുമ്പോൾ ആ വൃദ്ധൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് ആ കറുത്ത ബൈൻഡിട്ട പുസ്തകത്തിൽ നിന്നും എടുത്ത് ഈ മനുഷ്യൻ്റെ നേരെ നീട്ടി. അയാൾ അത് വാങ്ങിച്ച് തലക്കെട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും മണിക്കൂറുകൾ
ആ പുസ്തകം ധ്യാനിച്ചു കൊണ്ടിരുന്നത് സാധാരണക്കാരനല്ല, ലോകം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസനായ ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനാണ് ആ ബൈബിൾ വായിച്ച് സന്തോഷിച്ചു കൊണ്ടിരുന്നത്. അനേകർക്ക് ഇതിൽ സന്തോഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇതുവരെ അനുഭവിക്കാത്ത ആനന്ദം പ്രാപിക്കാൻ എന്നെ ഈ വേദിയിൽ എത്തിച്ചത് എൻ്റെ ആയുസ്സിനോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് അലസമായിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം നന്ദി പറഞ്ഞുകൊണ്ട് പറയും, ലോകത്തിലെല്ലാറ്റിനേക്കാളും സന്തോഷം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഒരു സമൂഹത്തിന് മുൻപിൽ നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിൽ ആ സമൂഹത്തെ ഒരുപറ്റം ആളുകളെ ഒരു പ്രത്യേക നിലയിൽ താൻ ശാസിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ചില വാക്കുകൾ മാനസാന്തരത്തെക്കുറിച്ച് ദൈവാത്മാവ് നൽകുകയാണ്. അനുതപിപ്പാൻ ദൈവം അനുവദിച്ച അവസരങ്ങൾ, ജീവിതത്തിൽ അനുതപിപ്പാൻ ദൈവം അവസരം അനുവദിക്കുമ്പോൾ അത് അവഗണിക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾ ആരും ചിരിച്ചെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് മിമിക്രിയേക്കാൾ മോണോ ആക്ടിനേക്കാൾ വിദഗ്ധമായി അവതരിപ്പിച്ച് സദസ്സിനെ ചിരിപ്പിക്കാൻ കഴിയുന്ന വിദഗ്ധന്മാരായ ചിരിമരുന്ന് ഉപയോഗിക്കുന്ന പ്രഭാഷകന്മാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി കൊതിക്കുന്നത് ചിരിച്ചെഴുന്നേൽക്കുന്ന ഒരു സദസ്സിനെയല്ല, കരഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സദസ്സിനെയാണ്. അനുതപിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് രാത്രി ക്ഷണിക്കുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ഈ വിശദീകരണത്തിന് പശ്ചാത്തലം നമുക്ക് കാണാം. 12-ന്റെ 54-ാമത്തെ വാക്യം വേഗം വായിച്ചാൽ. 12-ന്റെ 54. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് ശ്രദ്ധിക്കുക. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. നമുക്കറിയാം, അക്ര, മോറിയ, ബെഥൽസ, സിയോൻ, ഗിൽബോവ, സെയ്ർ, ഈ മലമടക്കുകളുള്ള പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്ന് ഒരു വെൺകീർ മേഘം തല ഉയർത്തിയാൽ അതിൻ്റെ അർത്ഥം ദിശ കൃത്യമാണെങ്കിൽ ആ കാർഷിക സമൂഹത്തിന് അറിയാം വരാൻ തുടങ്ങുന്നത് അതിശക്തമായ ഒരു തുള്ളിക്കൊരു കുടം വെച്ച് പെയ്യുന്ന മഴയായിരിക്കും. മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് കർമ്മേൽ കൊടുമുടിയിൽ വിണ്ടുകീറിയ മണ്ണിലേക്ക് പ്രവാഹം ഒഴുകേണ്ടതിന് കരയുന്ന ഏലിയാവ് ദൂത തൻ്റെ ശിഷ്യനെ അയച്ചപ്പോൾ അതേ രംഗമാണ് സംഭവിച്ചത്. പടിഞ്ഞാറ് നിന്ന് മേഘമുയരുക, അഥവാ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മേഘക്കീർ ഉയർന്നാൽ അത് ചെറിയ മഴയായിരിക്കില്ല, അത് പെരുമഴ പെയ്യും എന്ന് അവിടുത്തെ കർഷക സമൂഹത്തിന് നന്നായിട്ടറിയാം. കർത്താവ് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. വായിച്ചാട്ടെ. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ? തെക്കൻ കാറ്റ് പലസ്തീൻ നാടിന്റെ തെക്കു ഭാഗം സീനായി മരുഭൂമിയാണ്. അവിടെ നിന്ന് ഒരു ചൂട് കാറ്റ് ഉയർന്നാൽ അതിന്റെ അർത്ഥം അടുത്ത സമയങ്ങളിൽ അതിഭയങ്കരമായ ചൂട് കാലാവസ്ഥയെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റം യാതൊരു ഉപകരണങ്ങളുടെയും സാഹചര്യമില്ലാതെ അന്തരീക്ഷം കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ, അത് ഭാവനയിൽ കാണാൻ കഴിയത്തക്ക വിധത്തിൽ വിവേചനപരം സ്വാധീനിച്ച ഒരു കർഷക സമൂഹം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിക്കാൻ അറിയാമല്ലേ? നിങ്ങൾക്ക് മഴമേഘങ്ങൾ എവിടെ നിന്ന് ഉയർന്നാൽ അടുത്തത് പെരുമഴ വരുമെന്നും, നിങ്ങൾക്ക് കാറ്റ് ഏത് ദിശയിൽ നിന്ന് ഉയർന്നാൽ അടുത്തത് വരൾച്ചയുണ്ടാകുമെന്നും അറിയാം. എന്നാൽ സ്തോത്രം, അടുത്ത വാചകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന കനത്ത ഒരു മുന്നറിയിപ്പാണ്. വായിച്ചാട്ടെ. കപടഭക്തിക്കാരെ, ഹിപ്പോക്രാറ്റുകളെ, ഉപദേഷ്ടാക്കന്മാർ ഉൾപ്പെടെയുള്ള ആ സമൂഹത്തെ വിളിക്കുകയാണ് അഭിനേതാക്കളെ. വായിച്ചാട്ടെ. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് ഈ കാലത്തെ വിവേചിക്കാൻ കഴിയാത്തത് എന്ത് എന്ന് പറഞ്ഞാൽ,
നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ സാധാരണക്കാരാണെങ്കിലും നിങ്ങൾക്ക് കാലവിവേചനത്തിൻ്റെ കഴിവില്ലാത്തതേയുള്ളൂ. കാലാവസ്ഥാ വിവേചനത്തിന് കഴിവുണ്ട്. നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിക്കാൻ അറിയാം. പക്ഷേ കാലാവസ്ഥാ വിവേചനത്തെക്കാൾ നിങ്ങൾക്കൊരു കാലവിവേചനം ഉണ്ടാകണം. കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ ആലത്തൂരിലും പരിസരങ്ങളിലും ജനിച്ചതും ഒന്നും ആരും പ്രവചിച്ചിട്ടല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. എന്നാൽ കർത്താവ് പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മധ്യസ്ഥതയണച്ച്, പ്രവചിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ പകർന്ന്, പ്രവചിച്ചതുപോലെ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതൃവലഭാഗെ നമുക്കായി യാചന കഴിച്ച് എത്രയും വേഗം പ്രവചിച്ചതുപോലെ ആകാശമേഘങ്ങളെ വാഹനമാക്കി കൈകളിൽ ചെങ്കോൽ പിടിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറയനായ യേശു എന്ന സാക്ഷാൽ രക്ഷകൻ അവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോൾ കാലാവസ്ഥ വിവേചിക്കുന്ന അവർക്ക് കാലത്തെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഒന്നാം വരവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ രണ്ടാം വരവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അത് അപകടമാണ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി കൊതിക്കുന്നുണ്ട്, എന്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ആലത്തൂരിലെ വേർപെട്ട ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ആത്മാവിൽ കരമുയർത്തി പറയണം, ആമേൻ കർത്താവായ യേശുവേ. ആ ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആമേൻ കർത്താവായ യേശുവേ. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങൾക്കായിട്ടല്ല, എന്റെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കൊതിക്കുന്ന ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഈ വാക്കുകൾ ഉദ്ധരിക്കണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് അത് സങ്കല്പമല്ല. ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ കാലത്തിന്റെ നിമിഷാർത്ഥങ്ങളിൽ ഒന്നിൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ സിരകളിൽ വ്യാപരിച്ച് ഈ മർത്യകൂടാരം അഴിച്ചുമാറ്റി തേജസ്സിന്റെ മഹത്വ ശരീരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പറന്നുയരുന്ന അവന്റെ മടങ്ങിവരവ് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് എന്നോട് ചേർന്ന് ഈ വചനം പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കാൻ പദവി ഉണ്ടെങ്കിൽ നിനക്കത് അനുഗ്രഹമാണ്. ഓ രക്തത്താൽ ജയം. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ പറഞ്ഞാട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അറിയാവുന്നവർ പറഞ്ഞാട്ടെ, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തത് നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. അതെ അതെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആ കൊതി അകത്ത് വ്യാപരിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് ഇന്ന് രാത്രി നിന്റെ അകത്ത് കത്തലായി ജ്വലിക്കുന്നതെങ്കിൽ ആത്മാവിൽ പറയണം, ഉരിവാനല്ല, 6 അടി മണ്ണിൽ നീറിത്തീരാനല്ല, ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. ഓ മർത്യ ശരീരം ദൈവശക്തിയുടെ ജീവനാൽ വിഴുങ്ങപ്പെട്ട് പുനരുത്ഥാന ശരീരം പ്രാപിച്ച് അത് രൂപാന്തര ശരീരം ഏറ്റെടുത്ത് എന്റെ കർത്താവിന്റെ സന്നിധിയിലെത്താൻ എന്റെ ഉള്ളം ഞരങ്ങുന്നു എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി പറയണം, കാലമധിക നാൾ ഇനിയും മുൻപിലില്ല.
ഈ തലമുറയിൽ എന്റെ കണ്ണടയും മുൻപ് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് മടങ്ങി വരുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയട്ടെ, ഈ തലമുറയിൽ അത് സംഭവിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. വടക്കയുണ്ടയിൽ ശാസ്ത്രജ്ഞനായൊരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചുക് 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 എന്ന ശബ്ദത്തോടെ നീങ്ങുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ചാടിക്കയറി റെയിൽവേ ഭാഗത്ത് ആ ട്രെയിനിലെ ചങ്ങല പിടിച്ചു വലിച്ചു. റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അദ്ദേഹം പറഞ്ഞു, 500 മീറ്റർ മുൻപിൽ ഈ ട്രെയിനിന്റെ പാളമാരോ തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അന്വേഷണം നടത്തിയിട്ട് അവർ തിരിച്ചു വന്ന് പറഞ്ഞു, സംഭവിച്ചിട്ടുണ്ട്. 500 മീറ്റർ അപ്പുറത്ത് വനത്തിനകത്ത് വിപ്ലവകാരികൾ റെയിൽവേ ട്രാക്ക് തകർത്തിട്ടിരിക്കുകയാണ്. അങ്ങയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായി? ഉടനെ അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? ട്രെയിൻ പാളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ആ ചുക് 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 എന്ന ശബ്ദം കേവലം ഇഞ്ചന്റെ താളമല്ല, പാളവും ഇഞ്ചനും തമ്മിലുള്ള അലൈൻമെന്റിന്റെ താളമാണ്. എപ്പോൾ പാളം തകരുമോ അപ്പോൾ ഇഞ്ചന്റെ താളം മാറും. താളം മാറുന്നത് കാണുമ്പോൾ മുൻപിൽ പാളം തകർന്നിട്ടുണ്ട് എന്ന് ഊഹിച്ചെടുത്തുകൊള്ളാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചില മിനിറ്റുകളായി ഞാൻ ശ്രദ്ധിക്കുന്നു, താളം മാറി വരുന്നു, പാളം തകരാൻ സാധ്യതയുണ്ട്. താളവും പാളവും പറയാനല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണൊന്നുയർത്തി നോക്കിയാൽ യുഗത്തിൻ്റെ സന്ധിയിൽ നടക്കേണ്ട ചില മഹായുദ്ധങ്ങളെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചന മുന്നറിയിപ്പുകളെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മകണ്ണുകളൊന്ന് ഉയർത്തി ശ്രദ്ധിച്ചാൽ ഇറാന്റെ പിൻബലത്തോടുകൂടെ ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റാൻ റഷ്യൻ ശക്തികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇസ്രയേലിനെതിരെ ഒരുപറ്റം ഭീകരാക്രമണത്തിന്റെ വ്യോമയുദ്ധം, അണ്വായുധ യുദ്ധത്തിൽ അവസാനിക്കുന്നത് ഈ തലമുറയിൽ നടക്കുമെന്ന് എഴുതി വെച്ച പ്രവചനം നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കാണുന്ന ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടി ഇരിക്കേണ്ടവരല്ല. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വായി തുറന്ന് പറയണം, ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ തലമുറയിൽ എൻ്റെ കണ്ണടയും മുൻപ്, എൻ്റെ വീട്ടിലേക്ക് ശവപ്പെട്ട് കയറി വരും മുൻപ്, എൻ്റെ വീട്ടിലെ അന്ത്യ ശുശ്രൂഷയ്ക്ക് എൻ്റെ ഡെഡ് ബോഡി വരുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇതൊരു സാധാരണ കാലമല്ല. ഈ കാലം പുനരാഗമനത്തിന്റെ തൊട്ടു മുൻപുള്ള കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ തലമുറയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വിഷയങ്ങൾ യേശു വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചൂടോടെ ഒരു അനർത്ഥ വാർത്ത എത്തുകയാണ്. ഗലീലാക്കാർ പൊതുവെ വിപ്ലവകാരികളാണ്. അതിലൊരു വിപ്ലവത്തിൽ ഒരുപറ്റം ഗലീലാക്കാർ രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ രക്ഷപ്പെട്ടവരെ പീലാത്തോസിന്റെ സൈന്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു കാര്യം പറഞ്ഞു, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ ആ തങ്കക്കുട കെട്ടിടത്തിന്റെ, ആ യെരൂശലേം ദൈവാലയത്തിന്റെ, ആ കനക കൊട്ടാരത്തിന്റെ വാതിക്കൽ യാഗപീഠത്തിന് ചുറ്റും പഴയ വിപ്ലവകാരികൾ ചിലർ യാഗം കഴിക്കാൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പീലാത്തോസ് സൈന്യത്തെ വിക്ഷേപിച്ചു. അവർ ആ ചുറ്റും നിന്ന നിരപരാധികളെ ഉൾപ്പെടെ വെട്ടി നുറുക്കി യാഗപീഠത്തിൽ കയറ്റിയിട്ട് കത്തിച്ചു. മനുഷ്യന്റെ പച്ചമാംസം യെരൂശലേം ദൈവാലയത്തിന്റെ യാഗപീഠത്തിൽ കത്തി വീഴുന്ന ദുരന്തം, ആ മഹാവാർത്ത യേശുവിന്റെ ചെവിയിലെത്തിയപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കൊല്ലപ്പെട്ട ആളുകളെക്കാൾ നിങ്ങൾ വിശുദ്ധരാണെന്ന്? അവർ കൊല്ലപ്പെട്ടത് അവരുടെ കയ്യിലിരിപ്പായ പാപം കൊണ്ടും, നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ ഏതാണ്ട് പുണ്യവാളന്മാരായതുകൊണ്ടുമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കരുത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ആ സമയത്ത് യാഗപീഠത്തിന്റെ മുൻപിൽ നിങ്ങൾ ഇല്ലാതിരുന്നതും
നിങ്ങളുടെ ജീവന്റെ മേൽ അനർത്ഥം പിടിമുറുക്കാഞ്ഞതും നിങ്ങളുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, അനുതപിക്കാൻ ദൈവം നിങ്ങൾക്കൊരവസരം കൂടെ അനുവദിച്ചത് കൊണ്ടാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി, എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി വാ തുറന്ന് യേശുവേ പോരാ, ലജ്ജയില്ലാതെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയും? പല അനർത്ഥങ്ങളും പല ജീവനെ മൂടിയപ്പോൾ ഇന്ന് രാത്രി നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നിന്റെ ശരീരത്തിന്റെ അസാധാരണ പ്രതിരോധ ശേഷി കൊണ്ടല്ല. എൻ്റെ ദൈവം അനുതപിക്കാൻ ആലത്തൂർ സെൻട്രൽ കൺവെൻഷന്റെ അവസാന രാത്രി ഒരവസരം കൂടെ ദൈവം നിനക്ക് വെച്ച് നീട്ടിയതാണെന്നും അടുത്ത വർഷത്തെ കൺവെൻഷന് ഇവിടെ ബാനർ ഉയരുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തിന്റെ അന്ത്യയാത്രയുടെ മണിമുഴക്കം ഉയർന്നാൽ നിന്റെ കൈകളിൽ കറപറ്റാതെ പറുദീസയിലെത്താൻ എൻ്റെ ദൈവം നിന്നെ ഒരുക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി എന്നും കൊതിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഈ രാത്രിയിൽ വെറുതെയല്ല വിളിച്ചു പറയുന്നത്, ഇതിന്റെ മീതെ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ജീവന്റെ മേൽ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു, ചില വ്യക്തികളുടെ മേൽ ആയുസിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി നിനക്കെതിരെ ഉയരുന്ന മരണദൂതന്റെ ബന്ധനത്തെ അഴിച്ചുമാറ്റി നിന്റെ ആയുസിന് ദൈർഘ്യം നൽകി നിന്നെ കുറിച്ച് പൂർത്തീകരിക്കേണ്ട ദൗത്യം പൂർത്തീകരിക്കത്തക്ക വിധം ഒരു കരം ബലത്തോടെ നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി വചനത്തിന്റെ മുൻപിലിരിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രതിരോധ ശേഷി കൊണ്ടല്ല, നിന്റെ രക്തത്തിന്റെ പ്രത്യേക കഴിവ് കൊണ്ടല്ല, നിന്റെ ജീനിന്റെ ഗുണമല്ല. എൻ്റെ ദൈവം അനുവദിച്ച ആയുസിന്റെ വലിപ്പം നിന്റെ അനുതാപത്തിന്റെ സമയമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ഇതെന്റെ പദവിയാണ്, ഇതെനിക്ക് ഭാഗ്യമാണ്, അനുതപിക്കാൻ എൻ്റെ ദൈവ സമയം തന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം 2019 കോവിഡ് എന്ന മഹാദുരന്തം ഈ മണ്ണിനെ മൂടി. എത്രയോ ആയിരങ്ങൾ ഈ മണ്ണിനോട് ഇവിടെ പറഞ്ഞു. ആ സമയത്ത് ഓക്സിജൻ ലെവൽ 85-ൽ നിന്നും കുത്തനെ താണ്. റാന്നിക്കടുത്ത് കോഴഞ്ചേരിയിലുള്ള മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവല്ല TMM ഹോസ്പിറ്റലിലേക്ക് ന്യൂമോണിയയുടെ പരിധി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകേണ്ടി വന്നു. എൻ്റെ അമ്മ എൻ്റെ കൺമുൻപിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പലരും ഈ മണ്ണിനോട് യാത്ര പറഞ്ഞു. അങ്ങോട്ട് കയറിപ്പോകുന്ന സമയത്ത് ഒരു ചെറിയ പനി, അല്പം രുചിക്കുറവ്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഇറങ്ങി വന്നിട്ടാട്ടെ കൊച്ചിൻ്റെ കല്യാണം, മോൻ്റെ വീട് വെക്കുന്നത്, വസ്തുവിൻ്റെ വീതം വെപ്പ് എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയതാ. പക്ഷേ ഇറക്കിക്കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കത്തിച്ച് കളയുകയായിരുന്നു. ഇന്ന് രാത്രി ഓർക്കുക, അനർത്ഥം നിന്റെ ജീവനെ വേട്ടയാടാൻ ഉന്നം വെച്ചപ്പോൾ അതിനെ തട്ടിമാറ്റി 2019, 20, 21, 24, 25 കഴിഞ്ഞ് 26 ഫെബ്രുവരിയുടെ അവസാന ആഴ്ച വരെ എത്തിച്ചത് നീ നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമായതുകൊണ്ടല്ല. ഒരിക്കൽ കൂടെ ഞാൻ നിയോഗത്തോടെ വചനം പറയട്ടെ, നീ സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന കരിവേലകമായതുകൊണ്ടല്ല. ഏത് നിമിഷവും വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടിയാണെങ്കിലും ഇന്ന് രാത്രി സ്വർഗം അനുവദിച്ചത് ഒരു സാധാരണ രാത്രിയല്ല, അനുതപിക്കാനുള്ള രാത്രിയാണ് എൻ്റെ രാത്രി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി, കരങ്ങൾ ഉയർത്തി പോരാ. പല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നത് എൻ്റെ കണ്ണുകൾക്ക് ഞാൻ കാണുകയാണ്. നിന്നെ ഉന്നം വെച്ചിരിക്കുന്ന പാതാള ശക്തികൾ, നിന്റെ ആയുസ്സിന് നേരെ ഉന്നം വെച്ചിരിക്കുന്ന മരണദൂതന്റെ തണുത്ത കരങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ഇടപെടുന്ന രാത്രിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് അനുതപിക്കാൻ ചില കണ്ണുകൾ കവിൾത്തടങ്ങളിൽ കണ്ണുനീര് രാത്രി ഒഴുകട്ടെ. പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവി രാത്രി ഇടപെടുന്നു. ഇന്ന് രാത്രിയിലത്തെ ആയുസിന്റെ ദിനങ്ങൾ ക്ഷണികമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവേ, ഇതെന്റെ സാധാരണ രാത്രിയല്ല, അനുതാപത്തിന്റെ രാത്രിയാണെന്ന് പറയാൻ കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്?
ഹോ ചിരാതൽ ഘടകനൗദരാധികനയാരകാനകൾ ഘടകനാധികനയാരക അബ്ദ. ഇന്ന് രാത്രി ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘം ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ തൈല നദി ഇവിടെ ഒഴുകുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. ഇനിയും കുറേ വർഷങ്ങൾ കൂടെ ഉണ്ടെന്ന ചിന്തയോടെ ഇവിടെ ഇരിക്കരുത്. യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചില വ്യക്തികളുടെ മേൽ ആത്മാവിൽ ചലിക്കുകയാണ്. ക്ഷണികമാണ് ഈ ആയുസ് എന്ന് തിരിച്ചറിയാൻ കണ്ണ് തുറന്ന് ദൈവമക്കൾ പറയണം, എന്നെ സ്വർഗം ഇവിടെ കൊണ്ടുവന്നത് വെറുതെയല്ല, അനുതപിക്കാൻ എൻ്റെ ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് അവസരം തന്നതാണ്. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യാ കരുണാ നാസ്തി ധർമ്മസ്യാ ത്വരിതാഗതി എന്ന പഴയ സംസ്കൃത ശ്ലോകം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ. മനസ്സ് ചാഞ്ചല്യമുള്ളത്, പണം പറന്നു പോകുന്നത്, ആയുസ് ക്ഷണികമായത്. യമസ്യാ കരുണാ നാസ്തി എന്ന് പറഞ്ഞാൽ യമന് കാലന് കരുണ എന്നൊന്നില്ല. ഏത് സമയവും ക്ഷണിക്കാത്ത അതിഥിയെ പോലെ അവൻ വരും. അതുകൊണ്ട് എത്രയും നേരത്തെ ആയുസിന്റെ ധർമ്മം പൂർത്തിയാക്കി മോക്ഷത്തിനായി ഒരുങ്ങുക. ഇന്ന് രാത്രി ആലത്തൂർ സെന്റർ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചങ്കിൽ ചാട്ടുളി പോലെ കയറുന്ന ജീവന്റെ വചനം ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. ശരീരത്തിനകത്തുറഞ്ഞു കിടക്കുന്ന ചില മാരക വിപത്തുകൾ നിന്റെ യാത്രയ്ക്കുള്ള വാഹനമായി തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി മീറ്റിംഗ് തീരും മുൻപ് കരയാൻ ദൈവം വിളിച്ചിരിക്കുന്ന രാത്രിയാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എൻ്റെ അനുതാപത്തിന്റെ രാത്രിയാകട്ടെ. അടുത്തത് പെട്ടെന്ന് മറ്റൊരു വാർത്ത യേശുവിന്റെ ചെവിയിലെത്തി. ആ വാർത്ത അതിലും ഭീകരമായിരുന്നു. ചരിത്ര പ്രസിദ്ധമാണ് ശീലോഹാം കുളം. അത്ഭുതങ്ങളുടെ അരങ്ങേറ്റം നടന്നിട്ടുള്ള ശീലോഹാം കുളം. അതിൻ്റെ മുൻപിൽ ഒരു രാജകീയ ഉദ്യാന നിർമ്മാണം നടക്കുന്നു. ചരിത്രം പറയുന്നു, അതിൻ്റെ മുൻപിൽ ഏറ്റവും മനോഹരമായ ഒരു രാജകീയ ആർച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു പറ്റം തൊഴിലാളികൾ ഏർപ്പെട്ടിരിക്കുന്നു. ഈ രംഗം കണ്ടുകൊണ്ട് തൊട്ടു ചുവട്ടിൽ ഒരു 18ഓളം ആളുകൾ കൂടി നിൽക്കുന്നു. പക്ഷേ പെട്ടെന്ന് എങ്ങനെയോ പണിതെറ്റി ഈ ഗോപുരം ഇടിഞ്ഞു വീണു. 18 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. യേശു ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ കേട്ടോ ആ ദുരന്ത വാർത്ത? ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ നിങ്ങളെക്കാട്ടിൽ വിശുദ്ധരായിരുന്നു അല്ലെങ്കിൽ അശുദ്ധരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവർ ആ അനർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഏതാണ്ട് അങ്ങ് വല്ലാത്ത വിശുദ്ധന്മാരായതുകൊണ്ടുമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലല്ല. AD 70 ഈ തലമുറയ്ക്ക് വരാൻ തുടങ്ങുന്ന ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്രയായ ദുരന്തമെന്ന ടൈറ്റസിന്റെ കൊടിയാക്രമണത്തിൽ ചോര കുതിരക്കടിവാളങ്ങളോട് ഒഴുകുന്ന ഒരു ഭീകര രംഗത്തെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് യേശു അവരോട് പറയുകയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇന്ന് രാത്രി ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യോഗ്യത കൊണ്ടല്ല, അവിടുത്തെ മഹാകൃപ കൊണ്ടാണ് ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത്, ആ ഹൃദയാഘാതം ജീവൻ എടുക്കാഞ്ഞത്. യൂറിൻ ക്ലോസറ്റിലേക്ക് വീഴുമ്പോൾ പതഞ്ഞ് അസാധാരണമായി ഉയർന്നാൽ അത് മൈക്രോ ആൽബുമിനൂറിയ എന്ന പ്രതിഭാസമാണെന്നും 5 വർഷത്തിനുള്ളിൽ നിയന്ത്രണാതീതമായി ബ്ലഡ് ഷുഗർ തുറന്നാൽ കിഡ്നി ഡയാലിസിസിലേക്ക് നീങ്ങുമെന്നും ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ശരീരത്തെ എത്രയോ നാളായി പിടിമുറുക്കിയ ഇത്തരം ബലഹീനതകൾ ഉണ്ടായിട്ടും നിന്റെ മുഖം മൂടാൻ അനുവദിക്കാതെ നിന്റെ ജീവനെ പിടിച്ചു നിർത്തിയ ആ കരം ഇന്ന് രാത്രി നിന്റെ ആയുസിന്റെ പുറകിൽ ചലിച്ചാണ് ഈ ഗ്രൗണ്ടിൽ എത്തിച്ചിരിക്കുന്നതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ആരൊക്കെ മിണ്ടാതിരുന്നാലും ഈ രാത്രി അകം കത്തത്തക്ക വിധത്തിൽ പറയണം. ഇന്ന് രാത്രി ഞാൻ ഈ രാത്രി ചില വ്യക്തികളുടെ ഹൃദയത്തോട് ആഴത്തിൽ ഇടപെടുന്ന ദൈവാലോചനയ്ക്ക് കാതോർക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വെറുതെയല്ല നിന്നെ സ്വർഗം ഇവിടെ കൊണ്ടുവന്നത്. അപകടകരമായ സാഹചര്യങ്ങൾ മുൻപിൽ വന്നാലും നിന്റെ ജീവൻ
ജീവനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ഇവിടെ ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നിയോഗം തന്നിരിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇന്ന് രാത്രി സാധാരണ തലത്തേക്കാൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് അത് കൗണ്ട് ഡൗൺ ആരംഭിച്ച് 99, 98, 97, 96, 95, 5, 4, 3, 2, 1 എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വിക്ഷേപണ തറയിൽ നിന്ന് ഒരു പ്രത്യേക ഉപകരണം കത്തി ഉയരുന്നത് പോലെ നിന്റെ ആയുസ്സിന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ചില ഇരുളിന്റെ പോരാട്ടങ്ങളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റിയിട്ട് ഇതുവരെ പകരാത്ത ദൈവകൃപ നിന്റെ ശരീരത്തിന്റെ കോശങ്ങളുടെ മേൽ പകർന്ന് നിന്റെ ആയുസ്സിന്റെ ദിനങ്ങൾക്ക് അവസാനം കുറിക്കും മുൻപ് നിന്നെ കൊണ്ട് പൂർത്തിയാക്കേണ്ട ദൈവിക ദൗത്യം പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരു തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന അഭിഷിക്തന്മാർ എന്റെ പിൻപിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇതൊരു സാധാരണ രാത്രി മീറ്റിംഗ് അല്ല. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ഭൂതാത്മ വ്യാപാരങ്ങൾക്കും ഒരു ക്ഷുദ്ര പ്രയോഗത്തിനും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും ഒരു ദാഗോന്യ ബന്ധനത്തിനും ഈ പെട്ടകത്തിന്റെ മുൻപിൽ നെവിരെ നിൽക്കാൻ കഴിയുകയില്ലെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് നിന്റെ ജീവന്റെ മേൽ പിടിമുറുക്കാൻ, അത് നിന്റെ ആയുസ്സിനെ വാഗ്ദത്ത പൂർത്തിയിൽ എത്തിക്കുന്നതിന് മുൻപ് മുറിച്ചു മാറ്റാൻ, അത് നിന്റെ മേൽ കോടാലി വീഴാൻ അനുവദിക്കാതെ ആ കരം ഈ രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശു ഇന്ന് രാത്രി തേജസ്സോടെ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ദൈവമേ, ഈ രാത്രിയിലത്തെ സമയം എന്റെ സാധാരണ രാത്രിയല്ല, അനുദപിക്കാൻ എനിക്ക് നീ തന്ന സുവർണാവസരം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. രക്തത്താൽ ജയം. അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ, നമ്മൾ ആരും ഒരിക്കലും അത് പോരാട്ടത്തിന് അതീതരല്ല എന്നൊരു തിരിച്ചറിവ് നമ്മെ ഭരിക്കണം. ഏദൻ പൂങ്കാവനത്തിന്റെ ജാഞ്ചല്യ പ്രഭാകാന്തിക്കകത്തായിരുന്നിട്ട് പോലും ആദം ഹവ്വമാർ പോരാട്ടത്തിന് പുറത്തായിരുന്നില്ല, അവർ പോരാട്ടത്തിന് അകത്തായിരുന്നെങ്കിൽ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ നിന്റെ ആയുസ്സിനെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രിയും വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവറ്റകളെ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവപുത്രന്റെ കരം ഈ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ അലസമായ ആത്മീയതയോടെയല്ല, ഗൗരവത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അധികാരമുള്ള നാമത്തിൽ ജയം. കഴിഞ്ഞ ഞാനും ഈ ദൈവദാസന്മാരെ പോലെ ഒരു എളിയ ഡിസ്ട്രിക്ട് ശുശ്രൂഷകനാണ്. ഒരു യോഗം ക്രമീകരിക്കുന്നതിൻ്റെ പുറകിലെ ഈ ദൈവവൃത്യന്മാരുടെ വേദന എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഞങ്ങളുടെ IPCയുടെ റാന്നി, അതേ കുമ്മനാട് ജനറൽ കൺവെൻഷൻ ആരംഭിക്കുന്നത് റാന്നിയിലാണല്ലോ. ഞങ്ങളുടെ ആ കൺവെൻഷൻ്റെ അതേ ആദ്യ ദിവസങ്ങൾ, ആ 102ാമത്തെ കൺവെൻഷൻ്റെ ആദ്യ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായൊരു ദൈവ നിയോഗം, സ്തോത്രം, പ്രവചനാലോചനയായി പറഞ്ഞു. ആ പ്രവചന ദൂതിതാണ്, ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർണ്ണമാകും മുൻപ് ചില കർത്തൃദാസന്മാരുടെ ആയുസ്സിനെതിരെ ഉയരുന്ന പോരാട്ടം ശക്തമാണ്. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, അനർത്ഥം വഴിമാറും. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, അനർത്ഥങ്ങൾ ജീവനെതിരെ ഉയരുമ്പോൾ അതിനെ മുറിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു കരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. ഇത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്ക് അലസമായി ഈ വചനത്തിന് മുൻപിൽ ഇരിക്കാൻ കഴിയില്ല. അന്ന് രാത്രി ഞങ്ങളുടെ ടീം ദൈവദാസന്മാർ ശക്തമായി 12 മണി അടുത്തുവരെ ആത്മാവിൽ പ്രാർത്ഥിച്ചു
പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ വിചാരിച്ചു അനർത്ഥം വഴിമാറിക്കാണുമെന്ന്. ആ വേദിയിൽ ഉണ്ടായിരുന്ന ഒരു കർത്തൃദാസൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ തല തകർന്ന് ലോകത്തോട് വിട പറഞ്ഞ ഡെഡ് ബോഡിക്ക് മുൻപിൽ അദ്ദേഹത്തിൻ്റെ തലയോട്ടി ക്ലിപ്പ് ചെയ്തിരിക്കുന്നതിന് മുൻപിൽ നിന്ന് വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഈ തല തകർന്ന മരണം ഇതാണോ എങ്കിൽ ഇതോടെ അവസാനിച്ചു കാണുമല്ലോ. എന്നാൽ അധികം ദിവസങ്ങൾ പോകുന്നതിന് മുൻപ് സ്തോത്രം, മറ്റൊരു ദൈവദാസൻ ഒരു പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് അതിദാരുണമായി തകർന്നിട്ട്, ആ വേദിയിലുണ്ടായ രണ്ടാമതൊരു ദൈവദാസൻ അതിദാരുണമായി തകർന്നിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് പോലീസ് ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞാനും മറ്റൊരു ദൈവദാസനും കൂടെ അകത്ത് കയറി ബോഡി കണ്ടിട്ട് കരഞ്ഞാണ് ഇറങ്ങിയത്. അത്രമാത്രം ഭീകരാവസ്ഥയായിരുന്നു ശരീരത്തിൻ്റെ സ്ഥിതി. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദാസനും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ പൂർണ്ണമാകാൻ അനുവദിക്കാതെ എതിരെ വാദിക്കുന്ന ദുഷ്ടശക്തികളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി സാധാരണ രാത്രിയല്ല. ഒരു വ്യക്തികളുടെ മേൽ പോലും അനർത്ഥത്തിൻ്റെ കോടാലി പതിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ രാത്രി സാധാരണ രാത്രിയല്ല. എൻ്റെ ദൈവം അനുതപിക്കാൻ നിനക്ക് അനുവദിച്ച സുവർണ രാത്രിയാണ്. അനുതപിക്കാൻ ദൈവം അവസരം അനുവദിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമ കർത്താവ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ആ ഉപമ ഒരു അത്തിയുടെ ഉപമയാണ്. എന്താണ് ആ ഉപമയിലെ പ്രസക്ത ഭാഗം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ചുരുക്കി ഉദ്ധരിക്കാം. ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവനതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരയുന്നു, കാണുന്നില്ല, വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, ഞാനതിനെ കിളച്ചു വളമിടുവോളം മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ഈ അത്തി മരമല്ല, ഈ അത്തി ഞാനും നീയുമാണ്. കരമുയർത്തി ദൈവത്തെ മഹത്വം അർപ്പിക്കാമോ? നീയും ഞാനും സാധാരണക്കാരനല്ല. ഈ രാത്രി ഇവിടുന്ന് ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ മേൽ വീണ തിരഞ്ഞെടുപ്പ് ഓർത്താൽ ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവപൈതലെ, നീ സാധാരണക്കാരിയല്ല, നീ സാധാരണക്കാരനല്ല. ദൈവം നിന്റെ മേൽ തന്ന പദവി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെന്ന് വചനം ഉദ്ധരിച്ച് പറയണം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ബാക്കി എത്ര ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ഉദ്ധരിക്കും, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നീ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾ നിന്നെ അകണുന്നതിന് മുൻപ് നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം എന്ന് നേരത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെ ദൈവം നിന്നെ പദവിയോടെയാണ് ഈ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി പദവി പ്രാപിച്ച ദൈവമക്കൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. ശബ്ദമുയർത്തി ശക്തമായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി പറയണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ രാത്രി 10 ലക്ഷത്തോളം ആളുകൾ ഈ കൊച്ചു കേരളത്തിൽ സ്വന്തമെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു കൂരയില്ലാതെ വല്ല വാർത്ത ഷെഡിന്റെ അടിയിലും അവരുടെ കിടക്ക വിരിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കഴിഞ്ഞ രാത്രി എൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ എൻ്റെ ദൈവം എനിക്ക് പദവി തന്നെങ്കിൽ അതെൻ്റെ പദവിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? നിങ്ങളുടെ വായിൽ ശബ്ദമുയരട്ടെ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ RCC ക്യാൻസർ സെന്റർ വരെ ഒരു നിമിഷം ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ
അനർത്ഥം ജീവന് നേരെ ഉയർന്നപ്പോൾ എൻ്റെ ദൈവം നിന്റെ ആയുസ്സിനെ നിലനിർത്തിയ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി അറിയാതെ ഇവിടുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രിയായി ഈ രാത്രി തീരട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി നിന്നോട് പറയുന്നു, നീ സാധാരണക്കാരിയല്ല, നീ സാധാരണക്കാരനല്ല, നീ വീണ്ടും ജനിച്ച ദൈവപൈതലാണ് എന്ന് മാത്രമല്ല അവൻ നിനക്ക് പദവി നൽകിയാണ് ഈ ഗ്രൗണ്ടിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ബോധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെറുതായി പറഞ്ഞാൽ പോരാ, ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞിട്ട് വിളിച്ചു പറയണം, എൻ്റെ ദൈവം എനിക്ക് പദവി നൽകിയതാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ ഇന്ന് രാത്രി ആരാധനയുടെ ശബ്ദമുയരട്ടെ. നീ സാധാരണക്കാരിയല്ല, നീ പദവി പ്രാപിച്ച ദൈവപൈതലാണ്. അന്യഭാഷയിൽ പോരാടാൻ ദൈവം കൃപ തന്നിരിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി അന്യഭാഷയിൽ പോരാടിക്കൊണ്ട് പ്രാർത്ഥിച്ച് പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ മേൽ വ്യാപരിക്കുന്ന പദവി അസാധാരണമാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ നിന്റെ ആയുസിനെ തകർക്കാൻ നിനക്കെതിരെ ഉയർന്നിർത്തിയിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഇരുട്ടിൻ്റെ ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറ, ഇത് കാക്കച്ചുണ്ടിൽ നിന്നും വീണ് കിളിർത്ത അത്തിയല്ല. കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളം പൊങ്ങി കരയ്ക്കുറച്ച് വേരുറച്ച അത്തിയല്ല. ഇത് കാറ്റ് പറപ്പിച്ചു കൊണ്ടുവന്ന് അവിടെ വീണ അത്തിയല്ല. ഒരുടമസ്ഥൻ തമാരണയിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുവന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രതലത്തിൽ എന്നെ നട്ടു വളർത്തിയതാണെങ്കിൽ ഞാൻ പദവി പ്രാപിച്ച ദൈവപൈതലാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. ഗ്ലോറി, ഹല്ലേലൂയ. രണ്ട്, ഇതിനെ നട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? മുന്തിരിത്തോട്ടം എന്ന പ്രതലത്തിന് നടുക്കാണ്. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. മുന്തിരിത്തോട്ടം എന്ന പ്രതലത്തിന് നടുക്കാണ്. യഹൂദന്റെ ഭൗതികതയുടെ അടയാളമാണ് അത്തി, യഹൂദന്റെ ആത്മീയതയുടെ അടയാളമാണ് മുന്തിരി. മുന്തിരി എന്ന ആത്മീയ പ്രതലത്തിൻ്റെ നടുക്കാണ് ഭൗതികത എന്ന അത്തിയുടെ വേരുറച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ നിയോഗത്തോടെ പറയാം, നിന്റെ ആ ഭൗതികതയുടെ വേരുറച്ചിരിക്കുന്നത് ഷെയർ മാർക്കറ്റിന്റെ വാല്യുവിലല്ല, റബ്ബറിന്റെ വില അനുസരിച്ചല്ല. എൻ്റെ ദൈവം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സ്ഥാനത്ത്, എരഗതിക്ക് പരഗതിയില്ലാത്ത സ്ഥാനത്ത്, മുട്ടുമടക്കിയ ഏലിയാവിന് വിളമ്പാൻ കാക്കച്ചുണ്ടിൽ ഇറച്ചി കൊടുത്തു വിട്ടതുപോലെ നീ മുട്ടുമടക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടത് പകരാൻ എൻ്റെ നാഥന്റെ കരം അത് അനുവദിച്ചത് തിരിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ആത്മീയതയുടെ പ്രതലത്തിലാണ് എൻ്റെ ഭൗതികതയുടെ വേരുറച്ചിരിക്കുന്നതെങ്കിൽ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, എൻ്റെ ആത്മീയതയുടെ പ്രതലത്തിലാണ് എൻ്റെ ഭൗതികതയുടെ വേരുറച്ചിരിക്കുന്നതെങ്കിൽ, എൻ്റെ ആത്മീയത നിലനിൽക്കുന്നിടത്തോളം എൻ്റെ ഭൗതികതയെ നിലനിർത്താൻ കഴിവുള്ള ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നു. ഇത് സാധാരണ കരമല്ല, ഇത് നിൽക്കുന്നത് ആത്മീയ പ്രതലത്തിലാണ്. ആ കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ നിലനിൽപ്പ് ആത്മീയ പ്രതലത്തിലാണ്. ഇനിയും ഈ അത്തി സാധാരണ അത്തിയല്ല. ഈ അത്തി ദൈവത്തിന് സ്തോത്രം വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഉടമസ്ഥനുള്ള അത്തിയാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തിയൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നീ സാധാരണക്കാരനല്ല, നീ അനാഥനല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിട്ടൊന്ന് നിലവിളിച്ചാൽ നിന്റെ വിഷയത്തിന് നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ആത്മാവിൽ പറയട്ടെ, എനിക്കൊരുടമസ്ഥൻ ഉള്ളത് കൊണ്ട് ഞാൻ സാധാരണക്കാരനല്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സാധാരണ തലത്തിലല്ല, ഇരിക്കുന്ന ഇരിപ്പിൽ ആരാധിച്ചുകൊണ്ട് പറയണം,
എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എൻ്റെ പ്രതികൂലങ്ങൾ അനുവദിക്കുന്നതെങ്കിൽ എൻ്റെ പ്രതികൂലത്തെ അഴിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നിന്റെ ജീവന്റെ മേൽ മരണദൂതൻ പിടിമുറുക്കുന്നതിന് മുൻപ് അതിനെ തട്ടി മാറ്റാൻ കഴിവുള്ള കരമാണ് ഈ രാത്രി നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരമെങ്കിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ നിഷ്കളങ്കമായി നീ ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ചാൽ ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, അത് വനരോധനമല്ല. നിന്റെ ഉടമസ്ഥൻ ഇറങ്ങി ഇടപെടും. അഗസ്റ്റിൻ എന്നൊരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെച്ച് ഓർക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് വിശപ്പ് കൊടിയതായിട്ട് ആരംഭിച്ചത്. വിശപ്പ് കൂടുമ്പോൾ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ പലരും യൗവനത്തിൽ ജോലി ചെയ്ത് പണം സമ്പാദിക്കുമ്പോൾ ഞാൻ വിശപ്പിന് മുൻപിൽ കരയുന്നല്ലോ എന്ന് ഓർത്തതിന് ശേഷം ആ സീറ്റിലിരുന്നു കൊണ്ട് പ്രയോഗം പ്രയോഗിച്ചു. ആ ട്രെയിനിൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് ആ മനുഷ്യൻ അഗസ്റ്റിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഡാഡി, യേശുവേ, ഈ മോന് വിശക്കുന്നു. ആത്മാർത്ഥതയാണ് നിന്റെ നിലവിളിയെങ്കിൽ നീ അനാഥത്വം അനുവദിക്കില്ല. അസാധാരണമായി സ്വർഗം നിന്റെ വിഷയത്തിനകത്തിറങ്ങി ഇടപെടും. അത് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ അനാഥനല്ല, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത അനാഥയത്തിയല്ലിത്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. കരഞ്ഞ് കരഞ്ഞ സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയി. അടുത്ത ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അപ്പുറത്താരോ അഗസ്റ്റിനുണ്ടോ, അഗസ്റ്റിൻ, അഗസ്റ്റിൻ എന്ന് പറഞ്ഞു കൊട്ടി വിളിക്കുമ്പോഴാണ് ഉണരുന്നത്. ആ ജനാലിലൂടെ പറഞ്ഞു വാതുക്കലേക്കൊന്ന് വരാൻ. വാതുക്കലോട്ട് ചെന്നപ്പോൾ ഒരു വലിയ ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു 1.5 മണിക്കൂർ മുൻപ് ഒരാൾ ഇത്രാമത്തെ കമ്പാർട്ട്മെന്റിൽ അഗസ്റ്റിൻ എന്ന ഒരാൾ യാത്ര ചെയ്യും എന്ന് ദൈവാത്മാവ് എനിക്ക് ആലോചന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിക്കണമെന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. നോക്കിയപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം അടുക്കി വെച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ ഉറപ്പായി വിളിച്ചു പറയാം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. എൻ്റെ നാഥന്റെ കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ഉയരുന്നു. നീ സാധാരണക്കാരനല്ല. നാളെ നടത്താൻ നിനക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാൻ കഴിവുള്ള ആ കരം ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ഉടമസ്ഥനുള്ള അത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ അത്തിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ അത്തിക്ക് ഫലം കായ്ക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. 1-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലം ഇല്ല. 2-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലം ഇല്ല. 3-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലം ഇല്ല. ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ ഉടമസ്ഥന്റെ അധരമുടങ്ങളിൽ നിന്നും ഒരു ശബ്ദം പുറത്തു വന്ന്, വെട്ടിക്കളക, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം. വെട്ടാൻ കോടാലി ഉയരുമ്പോൾ ഇടയിലേക്ക് മധ്യസ്ഥൻ കയറി നിന്ന് പറയുകയാണ്, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, 365 ദിവസം കൂടെ നിൽക്കട്ടെ, 12 മാസം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിനെ കിളച്ചൊന്ന് വളമിടട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല മാരക വിപത്തുകളും നിന്റെ ജീവന്റെ മേൽ പിടിമുറുക്കിയതാ. എന്നാൽ വിട്ടുകൊടുക്കാതെ തടഞ്ഞ ഒരു കരമുണ്ടെന്ന് പറയാൻ ആലത്തൂർ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ സമാപന രാത്രി പരിശുദ്ധാത്മാവിനിക്ക് നിയോഗം തരികയാണ്. നിന്റെ ജീവന്റെ മേൽ അത് പിടിമുറുക്കിയപ്പോൾ വിട്ടുകൊടുക്കാതിരുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, സ്വർഗം നിനക്ക് കിളച്ചു വളമിട്ടതാ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ അർദ്ധരാത്രി വേളയിൽ നിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ച് അസ്വസ്ഥ
അസ്വസ്ഥത കൂടി, നെഞ്ചു തിരുമ്മി നിന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നിന്റെ ജീവൻ മരണത്തിന് വഴിമാറാതെ എൻ്റെ ദൈവം നിന്നെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് നിന്റെ കഴിവ് കൂടുതൽ കൊണ്ടല്ല, അവിടുന്ന് കിളച്ച് വളമിട്ടത് കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഒന്ന് ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? ആ വാഹന അപകടത്തിൽ നീ ഇരുന്ന് വീണപ്പോൾ നിന്റെ സ്പൈനൽ കോഡ് തകരാൻ അനുവദിക്കാതെ, നിനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഊർജം ചോർത്തിക്കളയാതെ നിന്റെ മേൽ പിടിമുറുക്കാൻ നിന്ന മരണശക്തിയെ സ്വർഗം ഇന്ന് രാത്രി വെട്ടിമാറ്റിയിട്ട് ഇന്ന് രാത്രി യോഗത്തിന് എത്തിച്ചത് എൻ്റെ കൂടപ്പിറപ്പെ നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് വളമിട്ടു തന്നതാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുമ്പോൾ, ഈ ഗ്രൗണ്ടിന് മീതെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ അഭിഷിക്തന്മാരുടെ നടുവിൽ ദൈവശബ്ദം മുഴങ്ങുമ്പോൾ, ചില വ്യക്തികൾക്ക് മീതെ എൻ്റെ നാഥന്റെ കരം ഉയരുമ്പോൾ, ഇതാ ഞാൻ ആത്മാവിൽ കാണുന്നു ഈ മീറ്റിങ്ങിന് നടുവിൽ ഒരാൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഹോരേബിൽ മുൾപ്പറപ്പിൽ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന രക്ഷകന്റെ സാന്നിധ്യം. ദമസ്കോസിന്റെ പടിവാതിക്കൽ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് പറഞ്ഞ് അരുളി ചെയ്ത് ഇറങ്ങി വന്നവന്റെ സാന്നിധ്യം. മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞ് ഗലീല കടലിന്റെ കരയിൽ ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കരം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കഥകടച്ചിരിക്കുന്ന സമയം അവരുടെ നടുവിൽ വെളിപ്പെട്ട യേശുവിന്റെ കരം ഇന്ന് രാത്രി ആലത്തൂർ കൺവെൻഷനിൽ ചില വ്യക്തികളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ജീവനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില കനത്ത വെല്ലുവിളികളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇതൊരു സാധാരണ രാത്രിയല്ല. വീഴാൻ തുടങ്ങത്തക്ക വിധം കോടാലി അടുത്തു വരുമ്പോഴും അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു കരം. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന ഈ മൂന്നക്ഷരം നിത്യത എന്ന മൂന്നക്ഷരത്തിനായി ഒരുങ്ങാനുള്ള ഡ്രസ്സിംഗ് റൂമാണെന്നും, ഏത് സമയത്തും പ്രതീക്ഷിക്കാത്ത അതിഥിയെപ്പോലെ മരണമെത്താമെന്നും തിരിച്ചറിയുന്നെങ്കിൽ എൻ്റെ മേൽ കോടാലി വീഴും മുൻപ് എൻ്റെ രക്ഷക നിന്റെ ഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ കരമൊന്ന് ഉയർത്തിക്കേ. ഇതൊരു സാധാരണ രാത്രിയല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ശരീരത്തിനകത്ത് തുടക്കം കുറിച്ചിട്ടുള്ള ചില ബലഹീനതകൾ പ്രബലമായി ഉയർന്നു വന്ന് മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് ഇയ്യോബിൻ്റെ മക്കൾ പാർത്ത വീടിന് നേരെ പാഞ്ഞടുക്കുന്നത് പോലെ നിനക്കെതിരെയുള്ള ചില പാഞ്ഞടുക്കലുകൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ വഴിയിൽ വെച്ച് തടയാൻ കഴിവുള്ള തേജോമയമായ കരമാണ് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാ, ശബ്ദമുയരട്ടെ. ഒരു രണ്ട് ക്രിസ്തീയ വിശ്വാസികൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അടുത്ത ഒരു സ്നേഹിതനെ ഇടയിൽ വെച്ച് കണ്ടു. അന്ന് വൈകിട്ട് അക്രൈസ്തവ സ്നേഹിതനെ കൂടെ നിർബന്ധിച്ച് രാത്രി യോഗത്തിന് കൊണ്ടുപോയി. അപ്പോൾ ഈ ക്രിസ്തീയ സ്നേഹിതനും ആ അക്രൈസ്തവ സ്നേഹിതനും ഒരുമിച്ച് സീറ്റിലിരിക്കുകയാണ്. ഇതുപോലെ ദൂത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അക്രൈസ്തവ സ്നേഹിതനോട് ക്രിസ്തീയ സ്നേഹിതൻ പറഞ്ഞു, കുഞ്ഞെ, നിന്നോട് പറയാൻ എനിക്കൊരു നിയോഗമുണ്ടാകുന്നു. ഈ ദൂത് നിനക്കുള്ള ആലോചനയാണ്. ഇന്ന് രാത്രി ആരൊക്കെയോ ഇവിടെ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചന മുഴങ്ങുകയാണ്. നീ തീരുമാനമെടുക്കാതെ ഈ ഗ്രൗണ്ട് വിടരുത്. ദൈവത്തിന് സ്തോത്രം. കയ്യിൽ പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ തീരുമാനമെടുത്തേ പറ്റൂ. നീ രണ്ടിലൊന്ന് തീരുമാനമെടുക്കണം. ആ സമയത്ത് അല്പം ക്രൗര്യത്തോടെ, അല്പം അതേ കോപത്തോടെ അക്രൈസ്തവ സ്നേഹിതൻ ഈ ക്രിസ്തീയ സ്നേഹിതന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അത്രയങ്ങ് നിർബന്ധമാണെങ്കിൽ യേശുവിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി അവർ തമ്മിൽ സ്നേഹമെന്ന് മുറിഞ്ഞില്ല, പിരിഞ്ഞു. ഈ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലൈറ്റ് ഇല്ലാതിരുന്ന സ്ട്രീറ്റ് ഭാഗത്ത് വഴി കുറുകെ കിടന്ന ഒരു മരത്തിലേക്ക് വണ്ടി ചെന്ന് കയറി തല നിലത്തടിച്ച് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ ക്രിസ്തീയ സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ മനസ്സിലെ പ്രസംഗത്തിനിടയിൽ ആ ദൂത് ഉയർന്നപ്പോഴേ ചിന്തിച്ചതാണ്, അത് ആ വ്യക്തിക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. കേട്ട് പരിചയം കൊണ്ട് വചനത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയുന്ന എൻ്റെ കൂടപ്പിറപ്പേ,
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇതൊരു സാധാരണ രാത്രിയല്ല. സ്വർഗം നിനക്ക് അനുദപിക്കാൻ ഒരു രാത്രി അനുവദിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എനിക്കിന്ന് രാത്രി ആ ക്രൂശിനെ ആലിംഗനം ചെയ്യണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കോടാലി വീഴുന്നതിന് മുൻപ് ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ, നാളുകൾക്ക് പുറകിൽ അത്തിക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സുവിശേഷത ശവമടക്കിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു ബന്ധുവിന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇതായിരുന്നു: പാസ്റ്ററെ, മരണാനന്തരം ശരീരരഹിതമായ ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ചില ശാസ്ത്രീയ തെളിവുകൾ വിലയിരുത്തിയപ്പോൾ ഇത് ചിന്തിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് വി ആർ കൃഷ്ണയ്യർ പോലെയുള്ള ആളുകളുടെ കൊട്ടേഷൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ വാട്സപ്പിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് മെസ്സേജ് അയച്ചു. ഇന്നയാൾ രാവിലെ ലോകത്തോട് വിട പറഞ്ഞു. ഭാര്യയുമായി ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് സഹകരിക്കുമ്പോൾ പെട്ടെന്നൊരു അസ്വസ്ഥത. അവിടേക്ക് ഇരുന്നു. പെട്ടെന്ന് ഒരു പറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന്റെ ഇടയിലോട്ട് കൊണ്ടുപോയി അവരോട് കാര്യം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത അറ്റാക്ക്. വേഗം മോർച്ചറിയിലേക്ക്, തുടർന്ന് സെമിട്രിയിലേക്ക്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നീയും സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്നവരല്ല. ഏത് സമയത്തും ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ വാളിന്റെ വെട്ടു വീഴും എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രി കർത്താവേ എന്നെ കഴുകണേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേരിവിടെയുണ്ട്? പ്രവചന നിയോഗമുള്ള ഈ ആലോചനയ്ക്ക് മുന്നിൽ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ എത്ര പേർ ഈ ഗ്രൗണ്ടിൽ ശബ്ദം ഉയർത്തും? നിങ്ങൾക്കറിയാമോ, യേശു കരഞ്ഞ ചില രംഗങ്ങളുണ്ട്. യേശു യെരൂശലേമിനെ നോക്കി കരഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിൽ ദൈവത്വം കുടികൊണ്ടിറക്കിയവൻ ഒരിക്കലും കരയാൻ സാധ്യതയില്ല. പക്ഷേ എൻ്റെ യേശു ചിലയിടത്ത് കരഞ്ഞു. എങ്ങനെയാ കണ്ണുനീരുണ്ടാകുന്നത്? ഇവിടെ ഇരിക്കുന്ന സകലർക്കും കണ്ണുനീരുണ്ട്. കണ്ണുനീരില്ലായിരുന്നെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റില്ല. ലൂബ്രിക്കേഷൻ കണ്ണുനീർ. എന്നാൽ പ്രൊട്ടക്ഷൻ കണ്ണുനീരുണ്ട്. പുക ഉയർന്നാൽ, പൊടി ഉയർന്നാൽ അറിയാതെ വരും പ്രൊട്ടക്ഷൻ കണ്ണുനീർ. എന്നാൽ ഇമോഷൻ കണ്ണുനീരുണ്ട്. അത് പൊടി കൊണ്ട് ഉയരുന്നതല്ല, ഉള്ളിലെ വേദന കൊണ്ടും വികാരം കൊണ്ട് ഉയരുന്നതാണ്. യേശു കരഞ്ഞു. എവിടെയൊക്കെ കരഞ്ഞു? ലാസറിന്റെ കല്ലറയ്ക്കൽ സഹതാപത്തിന്റെ കരച്ചിൽ, ഗതസമനയിലെ പ്രാണവേദനയിൽ പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന കരച്ചിൽ. എന്നാൽ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. ഈ ദൂത് ഇന്ന് രാത്രി കേൾക്കുമ്പോൾ നിനക്കെതിരെ ഉയർന്ന ചിലതിനെ വെട്ടിമാറ്റിയിട്ട് 2026 കൺവെൻഷനിലും ഈ പ്രസംഗം കേൾപ്പിക്കുന്നത് ആവർത്തന വിരസതയല്ല. കോടാലി വീഴുന്നതിന് മുൻപ് ഇന്ന് രാത്രി അനുദപിക്കാൻ ക്ഷണിക്കുന്നു. AD 70 ടൈറ്റസിന്റെ സൈന്യം യെരൂശലേമിനെതിരെ വന്നു. അങ്ങനെ തന്നെ എന്ന പ്രയോഗം വിലയിരുത്തു. 13,56,000 അരിഞ്ഞു വീഴ്ത്തി. യെരൂശലേം ദൈവാലയം കത്തി വീഴുമ്പോൾ അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എൻ്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത് എന്ന് ടൈറ്റസ് പറയത്തക്ക വിധത്തിൽ ദുരന്തം പെയ്തിറങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, ഇന്നും ആ ചോരയുടെ കണക്ക് തീർന്നിട്ടില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാഥൻ്റെ മുൻപിൽ അവർ മുട്ടുമടക്കുന്നത് വരെ ആ രക്തത്തിന് അവർ കണക്ക് കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മിനിറ്റുകളൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു വായും ഈ രാത്രി അടഞ്ഞിരിക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളും ഒന്നിച്ചൊന്ന് പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങണം. ഈ രാത്രിയിൽ കോടാലി വെട്ട്
കോട്ടേറ്റ് വീഴത്തക്ക വിധം ചില ജീവന് നേരെ ഉയരുമ്പോൾ മധ്യസ്ഥതയുടെ കരങ്ങൾ നിന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഈ രാത്രി തീരുമാനത്തിലേക്ക് വരാതെ ഒരു വ്യക്തി ഈ ഗ്രൗണ്ട് വിടരുത്. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇത് സ്ഥാനം അലങ്കരിക്കുന്ന അത്തിയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇത് ഉടമസ്ഥനുള്ള അത്തിയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇത് ഉത്തരവാദിത്തമുള്ള അത്തിയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇത് കിളച്ചു വളമിടിയിൽ ഏറ്റുവാങ്ങിയ അത്തിയാണ്. ഇത് സാധാരണ അത്തിയല്ല, ഇതിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട അത്തിയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവിൻ്റെ നിയോഗം തരുന്നു. ഇത് ചില വ്യക്തികൾക്ക് നേരെ എണ്ണപ്പെട്ട ദിവസങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്ന ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു. എന്നാൽ ആ മരണദൂതന്റെ കരങ്ങളെ തട്ടി മാറ്റിയിട്ട് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിന് ഒരു കരം ഇന്ന് രാത്രി ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നെങ്കിൽ ശബ്ദമുയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഏത് കൊടിയ പൈശാചിക ശക്തികൾ, എത്ര ഭീകരമായ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തെ ഒരു ദുർഭൂത വ്യാപാരം പോലെ പിന്തുടർന്നാലും ഇന്ന് രാത്രി അതിനെ മുഴുവൻ അഴിച്ചു മാറ്റാൻ കഴിവുള്ള മധ്യസ്ഥതയുടെ ഒരു കരം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് യേശുവിൻ്റെ കാൽവറി രക്തത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ ഇന്ന് രാത്രി അടിച്ചമർത്തലുകളെ ഭേദിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവിൻ്റെ രക്തമെന്ന് പറയാൻ വായി തുറന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഇതാ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ, തിരകളിൽ തള്ളിക്കയറുന്ന തിരമാല പോലെ ഈ ഗ്രൗണ്ടിൽ ആത്മാവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങിയ ചില ആയുസിന്റെ ദിനങ്ങൾക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന ചില മരണദൂതന്റെ കെട്ടുകളെ ഈ രാത്രി അഴിച്ചു മാറ്റിയിട്ട് മധ്യസ്ഥതയുടെ ആത്മാവിനാൽ നിലനിർത്താൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രി ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. ആലത്തൂർ കൺവെൻഷൻ ഇത് വെറുതെ അവസാനിക്കുന്ന രാത്രിയല്ല. എൻ്റെ ദൈവം ചില വ്യക്തികളുടെ കട്ടഴിക്കാൻ ഇതിന് നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ അകത്ത് തുടക്കം കുറിച്ചിരിക്കുന്ന ചില മാരക വിപത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ചില കോശങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് ഇന്ന് രാത്രി വാദിച്ചു നിൽക്കുമ്പോൾ വെട്ടി വീഴ്ത്തത്തക്ക വിധത്തിൽ ചില മരണത്തിന്റെ കോടാലികൾ ഉയരുമ്പോൾ കാൽവറി രക്തത്തിന്റെ ശക്തിയാൽ അതിനെ അഴിച്ചു മാറ്റാൻ ദൈവകൃപ ഇവിടെ വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഓ രക്തത്താൽ ജയം. പോരാ 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 പോരാ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാട്ടെ. ചില നാവുകളിൽ ദൈവാധികാരം ചലിക്കുന്നു, ചില കണ്ണുകൾ ദർശനം കത്തിച്ചൊലിക്കുന്നു, ചില ചെവികളിൽ ദൈവശബ്ദം മാറ്റൊലിക്കൊള്ളുന്നു, ചില വ്യക്തികളിൽ പ്രവചന നിയോഗങ്ങൾ വ്യാപരിക്കുന്നു. ഈ രാത്രി സാധാരണ രാത്രിയായിട്ടല്ല. യേശുവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. യേശുവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അധികാരപത്രം കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ദമസ്കോസിനെ നശിപ്പിക്കാൻ പാഞ്ഞെടുക്കുന്ന ശൗലിന്റെ ശക്തിയെ ദമസ്കോസിന്റെ പടിവാതിക്കൽ തടഞ്ഞതുപോലെ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവന് നേരെ പാഞ്ഞെടുക്കുന്ന ചില ഇരുട്ടിന്റെ കരങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ തടഞ്ഞു മാറ്റുന്ന രാത്രിയാണ്. വിശ്വസിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ രാത്രി അസാധാരണമായ ദൈവശക്തി ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരിക്കുന്ന മുടന്തന്റെ നേരെ കൈനീട്ടിയിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന വാക്ക് വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ ബലഹീനനായ ആ തലക്കഥയെ അരയ്ക്ക് താഴോട്ടുള്ള സകല നേർവുകളെയും ബന്ധിച്ച് ചുരുട്ടി വച്ചിരിക്കുന്ന ശരീരത്തിന്റെ രോഗാവസ്ഥകൾക്കകത്തേക്ക് അവന്റെ ചെവിക്കകത്ത് വീണ ജീവന്റെ വചനം അവന്റെ ഹൃദയ ധമനികളെ ഭേദിച്ച് അവന്റെ കാലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ രക്ത
രക്തധമനികളെ അടച്ചു വെച്ചിരിക്കുന്ന ന്യൂറോ ബലഹീനതകളെ അഴിച്ചു മാറ്റാൻ ആ വചനത്തിന്റെ ശക്തിക്ക് അന്ന് രാത്രി കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ രക്തത്താൽ ചില ജീവനെതിരെയുള്ള പോരാട്ടങ്ങളെ അഴിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും എഴുന്നേറ്റാട്ട്. എല്ലാവരും എഴുന്നേറ്റ് 2 കൈകളും ആരും ഈ ഗ്രൗണ്ട് വിടരുത്. ആ 2 കൈകളും ബോധപൂർവം ദൈവസ്ഥലം ഉയർത്തിപ്പിടിച്ച്, ആ 2 കൈകളും ബോധപൂർവം ദൈവസ്ഥലം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശബ്ദം ഉയർത്തി ലജ്ജ കൂടാതെ അഭിമാനത്തോടെ യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാകും സകല നാമത്തിനും മേലായ ഈ നാമത്തെ വിളിക്കണമെങ്കിൽ പൈശാചിക അടിച്ചമർത്തല് മാറണം. ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പൈശാചിക അടിച്ചമർത്തലുകൾ ഇതിന് അനുവദിക്കാതെ നിന്റെ നാവിനെ ബന്ധിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടിനെ സ്വർഗം ഇവിടെ അഴിക്കുന്ന രാത്രിയാണ്. വഴിവക്കിലായാലും ടെറസിന്റെ മുകളിലായാലും രക്തത്താൽ ജയം, വാഹനത്തിനകത്തായാലും ഗ്രൗണ്ടിനകത്തായാലും ലജ്ജ കൂടാതെ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ. പോരാ പോരാ പോരാ. ലോകത്തിലെ സകല ശരണമന്ത്രങ്ങൾക്കേക്കാൾ ശക്തിയുള്ളതാ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന യേശുവിൻ്റെ നാമം. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ പേരിടുന്നത് അവർ 2 പേരും ആലോചിച്ച, എന്നാൽ യേശുവിനും യേശു എന്ന് പേരിട്ടത് ജോസഫും മറിയയും ആലോചിച്ചല്ല. അത് മണ്ണിലെ അപ്പനിട്ട പേരല്ല, വിണ്ണിലെ അപ്പനിട്ട പേരാ. ആ ശബ്ദം ഒരു ദിവസം മുഴങ്ങുമ്പോൾ സകല മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ആ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനെതിരെയുള്ള ഇരുട്ടിന്റെ ശക്തികളെ അഴിച്ചു മാറ്റാൻ ആ ശക്തിക്ക് അസാധാരണ ശക്തിയുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ 2 കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? പദവിയുള്ള അത്തിയാണിത്, സ്ഥാനം അലങ്കരിക്കുന്ന അത്തിയാണിത്, ഉത്തരവാദിത്തമുള്ള അത്തിയാണിത്. ഫലം കായ്ക്കാതെ തറ നഷ്ടപ്പെടുത്തി വളവും വെള്ളവും വലിച്ചെടുത്ത് കാലം കഴിഞ്ഞ അത്തിയാണിത്. കോടാലി വീഴാൻ കൗണ്ട് ഡൗൺ തുടങ്ങിയ അത്തിയാണിത്. പക്ഷെ മധ്യസ്ഥന്റെ കരം കോടാലിയെ തടഞ്ഞതുപോലെ ഈ ദൂത് ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവന് നേരെ ഉയർന്ന ചില മരണത്തിന്റെ കോടാലികളെ പിടിച്ചു മാറ്റിയ യേശുവിന്റെ കരം ഇന്ന് രാത്രി മധ്യസ്ഥതയ്ക്കായി ഇതിനകത്ത് ചലിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കണ്ണുകളും ക്രൂശിലേക്കൊന്ന് ഉയർത്തിക്കാട്ടെ. ആ 2 കൈകളും ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനൊരു മരണം, ഞാൻ ഈ പറയുന്നത് പോലൊരു മരണം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചരിത്ര വിലയിരുത്തലിന്റെ വെല്ലുവിളിയിൽ ചോദിക്കുന്നു. സോക്രട്ടീസ് മരിച്ചു, അരിസ്റ്റോട്ടിൽ മരിച്ചു, പ്ലേറ്റോ മരിച്ചു, മുഹമ്മദ് നബി മരിച്ചു, ശ്രീബുദ്ധൻ മരിച്ചു. ഇവരുടെയൊക്കെ മരണം സ്വാഭാവിക മരണം. എന്നാൽ കാൽവറിയിൽ നിവർത്തിയായി എന്ന ഒറ്റ പദം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ ആലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയായി കീറി മാറിയിട്ട് ഭൂഗർഭ പാതാള മേഖലകളിലെ ആ പ്ലേറ്റുകളെ ഇളക്കി ചലിപ്പിച്ചുകൊണ്ട് ഭൂകമ്പമുണ്ടായ ഒരു മരണം ചരിത്രത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മരണമാണ്. അത് സാധാരണ മരണമല്ല, മരണദൂതനെ അറസ്റ്റ് ചെയ്യുന്ന മരണമാണ്. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമോ? ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുത്ത് വന്നിട്ട് എനിക്കിന്ന് രാത്രി വിടുതൽ വേണം കർത്താവേ, ഞാൻ കാൽവറിയെ അഭയം തേടുന്നു എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഒരു ചാൻസാ നമുക്ക് 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആഴത്തിൽ പാടണം. ഇത്രമാ സ്നേഹത്തെ ശബ്ദമുയർത്തി സദസ്സ് പാടിക്കാട്ടെ. എത്ര നാൾ തള്ളി ഞാൻ, ശബ്ദമുയർത്തി ഇത്രമാ
സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. അക്കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി പാപത്തെ ദൈവമേ ഒരിക്കൽ കൂടെ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഇത്രമാ സ്നേഹത്തെ ഗ്ലോറി എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഞാൻ ഈ രാത്രിയെ പാട്ടിനിടയിൽ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഏത് സമയവും ക്ഷണിക്കാത്ത അതിഥിയെ പോലെ മരണമെത്താം. ഈ രാത്രി സ്വർഗം എനിക്ക് അനുവദിച്ചത് അനുതപിക്കാനുള്ള സമയമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഈ കഴിഞ്ഞ ദിവസം റാന്നി വലികാവ് റൂട്ടിൽ പ്രഭാതത്തിൽ ഒരു സൈക്കിൾ യാത്രയുള്ളത് കൊണ്ട് യാത്ര ചെയ്തു വരുമ്പോൾ ചിലർ ഓടുന്നു. ചോദിച്ചെങ്ങോട്ടാ ഓടുന്നേ? നമ്മുടെ സണ്ണി ബ്രദർ മരിച്ചു. ഞാൻ അത്ഭുത പരതന്ത്രനായി ചോദിച്ചു, സണ്ണി ബ്രദറോ? ഞങ്ങളോടൊപ്പം പ്രവർത്തന മേഖല ഉണ്ടായിരുന്നു. തലേ പ്രഭാത വൈകിട്ടും ആരോഗ്യത്തോടെ കണ്ടയാൾ പറഞ്ഞു, ഞാൻ ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പച്ചത്തുണി മൂടിയിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, രാവിലെ എഴുന്നേറ്റു, ഭാര്യയുമായി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഭാര്യയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, താനും പ്രാർത്ഥിച്ചു. സിറ്റ് ഔട്ടിലെ സോഫയിലേക്ക് കാല് നീട്ടിവെച്ചൊന്ന് ചരിഞ്ഞു കിടന്നു. നീ ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. ചായ എടുത്തുകൊണ്ട് വന്നപ്പോൾ പച്ചത്തടി പോലെ കിടപ്പുണ്ട്. നെറ്റിക്കൽപ്പം വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. പച്ചവെള്ളം പോലെ തണുത്തിട്ടുണ്ട്. നാടിമിടിപ്പ് നിന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് മരിച്ചു. നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്നവരല്ല. ഏത് നിമിഷവും കോടാലി വീഴാം. ഇന്ന് രാത്രി ആയുസോട് ഇവിടെ കൊണ്ടുവന്നത് കഥ കേട്ടു മടങ്ങാനല്ല, അനുതപിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ സകല പ്രശ്നത്തിന്റെയും അടിസ്ഥാനം പാപമാണ്. പാപത്തിന്റെ പരിഹാരം കാൽവറിയിലെ യാഗമാണ്. വിശ്വസിക്കാൻ ഒരാൾ ഉണ്ടെങ്കിൽ നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ യേശുവിന്റെ കരം ചലിക്കുന്നു. ഇതാണ് പച്ചയായ സുവിശേഷമെങ്കിൽ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാ വ്യക്തികളും ഒരുപോലെ ജാഗരിച്ചാട്ടെ. എൻ്റെ മേൽ കോടാലി വീഴരുതേ.